ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ അരമണിക്കൂറായിട്ട് ഇവിടെ ബോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുമുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് അടിച്ച് പൊട്ടിക്കല്ല. അപ്പോൾ ഗൈസ്, നമ്മൾ അരമണിക്കൂറായിട്ടോ ബോട്ട് ഓടിക്കണം. അതുകൊണ്ട് ഇനി നിർത്തട്ടോ. നമ്മളെന്ത് സൺഡേ ആണ്, ഞാൻ വെറുതെ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഫോർച്യൂണർ ഉണ്ട് കേട്ടോ. എന്തോ കോള് വരുന്നുണ്ടല്ലോ. നമ്മളെ ജോസഫ് അല്ലേ? ഹലോ ജോസഫ്, എത്ര കാലമാണ് കണ്ടിട്ട്? നമ്മള് 2 കൊല്ലം മുമ്പ് നീ ദുബായി പോയതല്ലേ? ഞാൻ നാളെ 3D സിറ്റിയിട്ട് വരുന്നുണ്ട്. എന്നെ പിക്ക് ചെയ്യാൻ വരണം കേട്ടോ. എന്നെ സൂപ്പർ കാറിൽ വരണം. ഓക്കേടാ, നമ്മളടുത്ത് ഇപ്പൊ ഇന്നോവേ ഉള്ളൂ. സൂപ്പർ കാറിൽ വരണല്ലേ? ഓക്കെ, നാളെ ഞാൻ പിക്ക് ചെയ്യാൻ എന്തായാലും വന്നിരിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ നാളെ നമ്മളെ ജോസഫ് വരാട്ടോ. ഇന്ത്യയിൽ 2 കൊല്ലം മുമ്പ് ഇവിടുന്ന് പോയതാട്ടോ. നമ്മളെ 3D സിറ്റിയിൽ നേരെ വൈറ്റി സിറ്റിയിൽ പോയിട്ട് ഫ്ലൈറ്റിന്. അപ്പോൾ നമ്മളൊന്നും പോയില്ല കേട്ടോ. കാരണം നമ്മളെ സിറ്റി നമ്മൾക്ക് 3D സിറ്റിയാണ് വലുത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടില്ല. നാളെ എയർപോർട്ടിൽ 3:52 വരും കേട്ടോ. നാളെയാണ് വരുന്നത്. നാളെ രാവിലെ തന്നെ 3:52 കേട്ടോ വരുന്നത്. 58 52 എന്തെങ്കിലും ആവട്ടെ. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോകാട്ടോ. അപ്പം നാളെ നമുക്ക് അവനെ പിക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ അവന് വേണ്ടി നമ്മളൊരു വീടൊക്കെ നിർമ്മിച്ച് കൊടുക്കാം. അപ്പോൾ അവന് വേണ്ടി നമ്മൾ വീടൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഗേറ്റ് തുറക്ക്. നമ്മൾ പിന്നെ പണ്ട് റിച്ചല്ല, നമ്മൾ പുതിയ വീടൊക്കെ മാറ്റി നമ്മളെ പഴയ വീട് ഓന് കൊടുക്കാന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ നേരെ കടന്നു പറയുന്നുണ്ട്. നമുക്ക് രാവിലെ കാണാം. രാവിലായി. അപ്പം ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സമയം എത്രയായി? അയ്യോ, 2:43 ആയോ? അയ്യോ, നമുക്ക് നമ്മൾ ജോസഫിനെ പിക്ക് ചെയ്യലോ. അയ്യോ, ഞാൻ വേഗം ഡ്രസ്സ് ഇടട്ടെ കേട്ടോ. ഡ്രസ്സ് മാത്രം മുമ്പ് ഞാൻ വേഗം പോയി കുളിച്ചട്ടെ. സ്വിമ്മിംഗ് പൂൾക്ക് എടുത്ത് ചാടട്ടെ. വെള്ളം 3D സിറ്റിയിൽ വെറും തണുപ്പാണ്. സ്കൂളിൽ കഴിഞ്ഞാൽ വേഗം ചായ കുടിച്ചട്ടെ. നല്ല ചായ. ഇനി വേഗം പോയി ഡ്രസ്സ് മാറ്റി വരിക. എൻ്റെ പൊന്നോ, നമുക്ക് വേഗം പോകണം. പക്ഷെ ആർത്തി കുടിക്കണ്ട. ഓന് 3:58 വരിക. 58 52 വരാം. അതോടെ നമുക്ക് നേരെ ഉണ്ട്. നമ്മളെ സുന്ദര കുട്ടപ്പനായിട്ട് കമന്റ് ചെയ്യും. നമ്മൾ സുന്ദര കുട്ടപ്പനായോന്ന്. പറഞ്ഞതല്ലേ ഇപ്പൊ നല്ല മോഡിഫൈ ചെയ്ത് കാറ് വേണം. നമ്മളെ മെക്ലാറിനുണ്ട്. അത് ഞാൻ വേഗം പോയി മോഡിഫൈ ആയിട്ടെ. ഔഡിയൊന്നും വേണ്ട. ഓൻ്റെ ഇഷ്ടപ്പെട്ട കളർ RGB ആണ്. ഇപ്പോൾ ഓന് RGB തന്നെ നമുക്ക് മെക്ലാറിൻ്റെ കളറ് മാറ്റാം. പിന്നെ ടയറ് കുറച്ച് മാറ്റാണ്ട് കേട്ടോ. ടയറ് നമുക്ക് മാറ്റാണ്ട്. ഇത് ഏതാ ബൈക്ക്? നമുക്ക് ഈ ബൈക്ക് ഓന് കൊടുക്കാം. ബൈക്ക് ഞാൻ ഓൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു കേട്ടോ. അവിടെ ഒരു ഡിഫൻഡർ ഉണ്ട് നമ്മളെ പഴയത്. അതോ അവിടെ കിടക്കട്ടെ. നമുക്ക് നേരെ നമ്മളെ ബെന്നീൻ്റെ അടുത്ത് പോയി നമ്മളെ ഇതൊന്ന് ശരിയാക്കാം കേട്ടോ. നമ്മളെ ബെന്നീൻ്റെ കട കുറച്ച് അവിടെ അടുത്ത് തന്നെ കേട്ടോ. വൈറ്റി സിറ്റിയൊന്നുമല്ല, സാധാരണ വൈറ്റി സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ പോണത്. ഇത്തവണ ഞാൻ പോണില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെ ബെന്നീൻ്റെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഷോപ്പിലാണ് പോണേ. ഇവന് 1 മണിക്കൂറല്ല, ഇവന് അരമണിക്കൂർ കൊണ്ട് കാറൊക്കെ അപ്ഗ്രേഡ് ആയി തരും. അതിനുള്ള അവാർഡൊക്കെ ഇവന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കണം കേട്ടോ. ഇന്ത്യയിലല്ല, 3D സിറ്റിയിലുള്ള അവാർഡൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. എടാ ബെന്നി, നീ എൻ്റെ കാറിന് സെറ്റ് ആയി തരണം കേട്ടോ. അവിടെ ഉണ്ട്. അരമണിക്കൂറാണ് നിന്റെ സമയം. ഓക്കെ ശരി. നമ്മൾ കാറ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഓട്ടോറിക്ഷ വിളിച്ച് പോകട്ടെ. ഓട്ടോറിക്ഷ ബുക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ടോ. നമുക്ക് നേരെ എൻ്റെ വീട്ടിൽ പോവാം. പിന്നെ നേരത്തെ നമ്മൾ വരുന്ന മുമ്പ് നമ്മളൊരു ബൈക്ക് കണ്ടില്ല നമ്മളെ വീടിൻ്റെ അടുത്ത്. ആ ബൈക്ക് മാറ്റിയിട്ട് അവനെ പുതിയ ബൈക്ക് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടോ. ആ ബൈക്ക് ഏതാ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ടോ. പൈസ ഒക്കെ കൊടുത്ത് എന്താണ് കേട്ടോ എൻ്റെ ബൈക്ക്. നമ്മളെ KTM ആണ് ഓൻ്റെ ബൈക്ക്. ഞാൻ പഴയ എൻ്റെ ഡിഫൻഡർ അവിടെ ഉണ്ട്. അപ്പോൾ ഓന് ബൈക്കും കാറും സെറ്റായിട്ടോ. അതാണ് നമ്മളെ ഓൻ്റെ വീട് കേട്ടോ. ഓന് ഇവിടെ ആയിട്ട് ജിമ്മൊക്കെ ഞാൻ പണിഞ്ഞു കൊടുത്തേക്കണ്. ജിം നമ്മളെ പഴയ ഹൗസിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ആയിട്ട് വെക്കാം. ഇനി നമുക്ക് നേരെ നമ്മളെ
ബെന്നീൻ്റെ അടുത്ത് പോവാ. ഇപ്പോൾ അത്യാവശ്യം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നേരെ നമ്മളെ ബെന്നീൻ്റെ അടുത്ത് പോവാ. ആ ഓട്ടോറിക്ഷ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടുണ്ട്. പൊഞ്ഞോ ഓ ഗൈസ് 3 മണിയായി. നമുക്ക് ബെന്നീനെ വിളിക്കട്ടെ. എടാ ബെന്നി നീ ഇങ്ങോട്ട് വാടാ. പോയി നോക്കിക്കോ. ബാക്കിലുണ്ട് കേട്ടോ. ബാക്കിലുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്ക് നേരെ പോയി നോക്കട്ടോ. പിന്നെ മൊത്തം കാറ് മെക്ലാറിന് അപ്ഗ്രേഡ് ചെയ്യാൻ മൊത്തം 1 ലക്ഷം വേണ്ടി വന്നു കേട്ടോ. നമ്മളതിൽ ലക്ഷമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൽ ഒരു കോഡൊക്കെ ഉണ്ട്. ഇനി കാർ ഇവിടെ ഉണ്ട്. 3, 2, 1 ലെറ്റ്സ് ഗോ. ഞാൻ ഇറക്കണ കാണണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. മോനെ ജോസഫ് ഫറ്റ് കാറ്. അവന് ഇങ്ങനത്തെ ടയറാട്ടോ ഇഷ്ടം മോനെ. ഞാൻ ഇപ്പൊ 3:30 കേട്ടോ. ഇനി നമുക്ക് ഇനിയുണ്ട്. നമുക്ക് ഇനി കുറച്ച് മിനിറ്റ് ഉണ്ട്. അതുവരെ നമുക്ക് അതുവരെ അല്ല, നമുക്ക് നേരെ എയർപോർട്ട് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഈ കാറ് സേവ് പറ്റണമെങ്കിൽ കമൻറ്റ് കേട്ടോ. ഓൻ്റെ ഫ്ലൈറ്റ് നീല കളറാട്ടോ. ഓഞ്ഞ് വരാൻ കുറച്ച് മിനിറ്റ് കൂടി ഉണ്ട്. അതുവരെ നമുക്ക് കുറച്ച് നേരം ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കാം. സോ വരാനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബ്ലൂ കളർ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടോ. ആരാ അറിയാം എൻ്റെ ഉള്ളിൽ. ജോസഫ് എത്ര കാലായിട്ട് കണ്ടിട്ട്. 2 കൊല്ലം മുമ്പ് ദുബായിക്ക് പോയതല്ലേ നീ? സൂപ്പർ കാർ അവിടെ. എടാ നീ പറഞ്ഞ വരെ നിന്റെ ഇഷ്ടപ്പെട്ട കാറ് മെക്ലാരൻ, നിന്റെ സ്വപ്ന കാറായ മെക്ലാരൻ, നിന്റെ ഇഷ്ടപ്പെട്ട കളറായ RGB ആയിട്ട് ഞാൻ കൊടുത്തു. എങ്ങനെയുണ്ട്? സൂപ്പർ. നീ എന്തായാലും വണ്ടി കയറി നമുക്ക് നേരെ പോവാം. വണ്ടി കയറിണ്ട് കേട്ടോ. എടാ ജോസഫേ എങ്ങനെയുണ്ട് നമ്മളെ സിറ്റി? അടിപൊളി സിറ്റി. അല്ല വൈറ്റ് സിറ്റി എങ്ങനെ ഉണ്ടായിനി അവിടെ? സൂപ്പർ. എല്ലായിടത്തും സൂപ്പറാണ്. ഇതാണ് ഇനി തൊട്ട് നിന്റെ വീട്. ഇതിന്റെ പഴയ വീടാണ്, പക്ഷെ അത് നല്ല പൈസ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിനക്ക് വേണ്ടി കുറെ വണ്ടിയൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചാണ്. നിനക്ക് ഡിഫൻഡറും ഉണ്ട്, പിന്നെ നിന്റെ ഈ മെക്ലാരനും ഉണ്ട് കേട്ടോ. താങ്ക് യു. എനിക്ക് പുതിയ വീട് കിട്ടിയേ. ഇതാണില്ലേ അവന്റെ വീട്. അന്റെ മക്കളാരും ഞാൻ ബോംബൊട്ട് പൊട്ടിക്കും. എന്നാ പിടിച്ചോ. പോടാ നീ. അയ്യോ എന്റെ മക്കളാരും പൊട്ടിയേ. അയ്യോ ഒരാസത്തിന് ചായ കുടിക്ക. അയ്യോ എന്തോ അങ്ങനെ നമ്മള് ജോസഫിന് വീടൊക്കെ കൊടുത്തിട്ടോ. പിന്നെ നമ്മളെ ഇവിടുത്തെ ഫുൾ കാറും ഇപ്പൊ നമ്മളെ വൈറ്റ് സിറ്റിയിൽ നമ്മളെ ജോസഫിന്റെ വേറൊരു കൂട്ടാനാണ്. ഓന് കുറച്ച് ദിവസത്തെ ന്യൂസ് ചെയ്യും. ഓന് ഭയങ്കര ഇഷ്ടമാണ് കാറൊക്കെ ഓടിക്കണേ. അതുകൊണ്ട് നമ്മളെ ഫുൾ കാറ് വൈറ്റ് സിറ്റിയിലത്തെ ജോസഫിന്റെ ഫ്രണ്ടായിട്ട് രാഹുലിന് കൊടുത്തിട്ടോ. ഇപ്പം നമ്മളെ കയ്യിലാകെ നമ്മളെ നിഞ്ച ബൈക്കുള്ളൂ കേട്ടോ. നിഞ്ച ബൈക്കാണോ അറിയില്ല, എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. എന്ത് കോള് കിട്ടല്ലോ. അങ്ങനെ നമ്മളെ രമേശാണോ? ഹലോ രമേശ, എന്താ കാര്യം? നമ്മള് ജോസഫിനാരോ തട്ടിക്കൊണ്ടുപോയി. എന്ത് ജോസഫിനാരോ തട്ടിക്കൊണ്ടുപോയിന്നോ? എടാ നീ ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് പെട്ടെന്ന് വരാം. ഡേഞ്ചർ. നമ്മളെ ജോസഫിനാരോ തട്ടിക്കൊണ്ടുപോയിട്ടോ. അയ്യോ ഒരു ദിവസമായിട്ടുള്ളൂ ജോസഫ് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇതിന് തട്ടിക്കൊണ്ടുപോയോ. നമുക്ക് എന്തായാലും രമേശൻ്റെ വീട് പോകട്ടെ. ഓന് ഹാക്കിംഗ് ഒക്കെ അറിയാലോ. അപ്പോൾ രമേശൻ്റെ വീട് നമുക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ് രമേശൻ്റെ വീട്. അപ്പോൾ നമ്മൾ രമേശൻ്റെ ബിൽഡിംഗ് വെച്ച് നീ രമേശനെ വിളിക്കട്ടെ. രമേശ നീ പെട്ടെന്ന് ബിൽഡിങ്ങിന് താഴ്ത്തു പോകട്ടോ. അപ്പോൾ നമ്മൾ ഓനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരെ ഓൻ വന്നിട്ട് നമുക്ക് കാണാം. രമേശ നീ വന്നോ? എടാ നീ എൻ്റെ വീട്ടിൽ പോയിട്ട് നിൻ്റെ കാറെടുത്ത് നീ എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിലെ കമ്പ്യൂട്ടർ അതിൽ പോയി ഹാക്ക് ചെയ്യട്ടോ. ഞാൻ എന്തായാലും മുത്തൂൻ്റെ അടുത്ത് പോയി ഗണ്ണൊക്കെ വാങ്ങട്ടെ. രമേശ ഫോണിൽ കൂടെ ആക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മളെ ജോസഫിന് കൊടുത്ത ഫുൾ വണ്ടി ആ കള്ളന്മാർ കൊണ്ടുപോയിട്ടോ. ആ വണ്ടിയൊക്കെ നാട് കടത്തിട്ടോ. ഇനി നേരെ നമുക്ക് മുത്തൂൻ്റെ അവിടെ പോവാട്ടോ. നമ്മളെ ജോസഫിനെ രക്ഷിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യട്ടോ. നമ്മളങ്ങനെ മുത്തൂൻ്റെ വീട് എത്തിയിട്ടുണ്ടോ. നമ്മളെ വില്ലേജിലാണ് മുത്തൂൻ്റെ വീട്. എടാ മുത്തുവോ, ഞാൻ വാതിൽ മുട്ടി വെക്കട്ടെ. സ്ഥലം മാറിപ്പോയി. ഇതല്ല മുത്തൂൻ്റെ വീട്.
ഇപ്പുറത്തതാട്ടോ മുത്തുവിന്റെ വീട്. ഇതാണ് നമ്മളെ മുത്തുവിന്റെ വീട്. ആടാ മുത്തു നീ വന്നോ? ആടാ നീ എനിക്ക് കുറച്ച് ഗണ്ണ് ആടാ പ്ലീസ്. ആടാ നമ്മളെ ജോസഫിനെ ആരോ തട്ടിക്കൊണ്ടേ. എടാ ശരി ശരി. മൊത്തം ഗണ്ണ്. അല്ല ഇത് രമേശിനെ വിളിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ എവിടെ പറയാനേക്കാരം. ആ രമേശ ലൊക്കേഷൻ എവിടെ കിട്ടിയോ? ആടെ കിട്ടിയ നമ്മളെ മാഫിയ ബോസിന്റെ ബിൽഡിങ്ങിന്റെ അവിടെയാ. ആ ശരി ശരി നമ്മളെ മാഫിയ ബോസിന്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ പറഞ്ഞത്. എടാ മുത്തുവാ എന്താടാ പറ്റിയേ? ഓനൊക്കെ എന്തെയോ പറ്റി. ഓനക്ക് ഇത്തവണ തലമിഞ്ഞലാണ്. അല്ല നമ്മള് ജോസഫിനെ രക്ഷിക്കണ്ടേ? അത് നമ്മൾ മറന്ന്. അപ്പോൾ ഈ കാണാണ് നമ്മളെ മാഫിയ ബോസിന്റെ ബിൽഡിങ് കേട്ടോ. ഈ 4 ബിൽഡിങ്ങും മാഫിയ ബോസിന്റെയാണ്. അപ്പൊ എത്രകാലം ആൾക്കാരുണ്ടാവും. എൻ്റെ കയ്യിൽ ആ മാഫിയ ബോസിന്റെ നമ്പർ ഉണ്ട്, ഞാൻ വിളിക്കട്ടെ. എടാ താനെ ഇറങ്ങി പാടാളോ മാഫിയ ബോസേ. എടാ ഈ മാഫിയ ബോസിന് വെല്ലുവിളിക്കാനായോ? എടാ മാഫിയ ബോസ് നീ എന്റെ ജോസഫിനോട് ബാട ധൈര്യം ബാട. അല്ല പിന്നെ നമ്മളെ എല്ലാത്തിനും കൊന്നുകള്. നമുക്ക് ഈ ബിൽഡിങ്ങിൽ കയറി നമ്മളെ മുത്തുവിന്റെ രക്ഷിക്കാൻ. താനും കൂട്ടത്തില്ല, നീയും ചാവും പോടാർന്ന്. അല്ല പിന്നെ എടാ ജോസഫ് നീ വന്നല്ലോ. എടാ നീ എന്റെ ജോസഫിന് കൊല്ലൂലേ? നമ്മളങ്ങനെ മുത്തുവിനെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ആകെ ഡിഫൻഡർ മാത്രം ഓല് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അവിടെ പോലീസുകാരെ വേണ്ട മുത്തു തന്ന സ്പെഷ്യൽ RPG ഉണ്ട്. ആദ്യത്തെ ഒറ്റ വീട്ടിൽ സ്റ്റാറൊക്കെ മിന്നിക്ക് തിളങ്ങിപ്പോയി. അങ്ങനെ നമ്മളെ മുത്തുവിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.